ഞാൻ അദ്ദേഹത്തോട് വിനീതമായ എനിക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ മുഖാന്തരം തന്നെ നിങ്ങളുടെ മുമ്പാകെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന് വിഷമം തോന്നരുത്, ഒന്നും വിചാരിക്കരുത്. അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബിലൂടെയോ അതേപോലെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കണ്ടു. ഞാൻ നേരത്തെ ആ വാക്ക് ഉപയോഗിച്ചിരുന്നു, ശിർക്ക് എന്ന് പറയുന്ന വാക്ക്. അത് വളരെ പ്രാധാന്യം, മുജാഹിദ് ബാലുശ്ശേരിയെ പ്രസിദ്ധനാക്കിയിട്ടുള്ള ഒരു പ്രഭാഷണമാണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ വ്യാപകമായി പറഞ്ഞു, ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാര് സംഭാവന ചോദിക്കാൻ വേണ്ടി വന്നാൽ എന്താണ് അദ്ദേഹം പറയുമായിരിക്കും അങ്ങനെ കാര്യം. ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാർ നിങ്ങളുടെ മുമ്പാകെ വന്ന് സംഭാവന ചോദിക്കാൻ വേണ്ടി വന്നാൽ നിങ്ങൾ അവർക്ക് സംഭാവന കൊടുക്കരുത്. കാരണം അത് ഇസ്ലാമിക വിശ്വാസത്തിനെതിരാണെങ്കിൽ നിങ്ങൾ ആ കൊടുക്കുന്ന പണം കൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ വിശ്വാസം ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നതാണ്. നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ അയലോക്കത്തുള്ള ഒരു കൊട്ടും പാട്ടും കൊണ്ട് ഒരാൾ വന്നാൽ ഒരു പൂരപ്പറമ്പിലേക്ക് പോകുമ്പോൾ ഒരു 50 ഉറുപ്പിക ചോദിച്ചാൽ സംഭാവന കൊടുത്തു പോയാൽ അദ്ദേഹം പറഞ്ഞ പ്രാക്ടീസിലാണ് കുടുങ്ങിപ്പോയി. കൊടുക്കാൻ നിൽക്കാൻ പറ്റും. റൌഫ് പറഞ്ഞ പർവ്വത്തിലാണ് നമ്മൾ കാവിലക്കാടങ്ങാടിയിൽ എല്ലാവരും കൂടി ഒന്നിച്ച് പോകണമെന്ന് പറഞ്ഞ കൊലത്തിലങ്ങ് കൊടുക്കാൻ നിൽക്കാൻ പറ്റും. എന്റെ ക്ലിപ്പിംഗ് രവിയേട്ട് കിട്ടുന്നല്ലോ. ആ ക്ലിപ്പിംഗിന്റെ നേരെ താഴെ എന്താ? ആ ക്ലിപ്പിംഗിന് നേരെ താഴെ ദർഗയിലും പൈസ കൊടുക്കാൻ പാടില്ല. ദർഗയിലെ പിരിവിന് വന്നാൽ കൊടുക്കാൻ പാടില്ല. ചർച്ചിന്ന് പിരിവിന് വന്നാൽ കൊടുക്കാൻ പാടില്ല. പക്ഷെ പള്ളിയിലൊക്കെ ഒരു കുട്ടിനെ വിദ്യ അഭ്യസിപ്പിക്കാൻ ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ കൊടുക്കണമെന്നാണ്. തങ്ങളാരും കേൾക്കാത്ത ചോദിക്കുന്നത്. ഇവിടെ മതവിശ്വാസികൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കണ്ടേ? ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കണം. ഞാൻ മദ്യപാനത്തിനെതിരെ പ്രസംഗിക്കുന്ന ഒരാളാണ്. നിങ്ങൾ വിചാരിച്ചോളൂ, ഞാൻ ചോദിക്കുന്നത് മദ്യഷാപ്പിനെതിരെ പ്രസംഗിക്കുന്ന ഞാൻ എന്റെ ബാലുശ്ശേരി ടൗണിൽ ഒരു റൂം, എന്റെ കട, ഞാൻ കള്ളുഷാപ്പ് എടുത്താൻ കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ പറഞ്ഞോളൂ. മദ്യത്തിനെതിരെ പ്രസംഗിക്കുന്ന ഞാൻ മദ്യഷാപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ടിന് വന്നാൽ ഞാൻ കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അത്രയും ഞാൻ പറഞ്ഞു. ലളിതമായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എല്ലാവരോടും. ലളിതമായി, നമ്മുടെ നാട്ടിൽ മതവിശ്വാസത്തിന്റെ പേരിൽ പറയും, നമ്മൾ ഭൂകമ്പ ബാധിത പ്രദേശത്ത് ഇരിക്കുന്നു. എല്ലാവരും ഒന്നിച്ചല്ലേ പിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഒരു വീട് പെട്ടെന്ന് കത്തിപ്പോയി. നമ്മൾ ഹിന്ദു മുസ്ലിം നോക്കാറുണ്ടോ? എല്ലാവരും ഒന്നിച്ച് പിരിച്ചിട്ട് ആ വീടുണ്ടായി കൊടുക്കും. അതുപോലാണോ അമ്പലവും പള്ളിയും ചർച്ചും? രവിയേട്ടനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ അനുഗ്രഹായി, ഞാനത് പറയേണ്ടവനുമാണ്. രവിയേട്ടൻ എന്നോട് കാണിച്ച ഔദാര്യത്തിന് നന്ദി. കാരണം എന്തറിയോ, അത് തീർത്തു പറഞ്ഞതിന്റെ കുഴപ്പമാണ്, ആളുകളെ മനസ്സിലാക്കിയിട്ടുള്ള കുഴപ്പമാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, പശുയിറച്ചി തിന്നൽ പാപമായി കരുതുന്ന കുറച്ച് ആളുകളെങ്കിലും ഇന്ത്യയിലില്ലേ? ഇല്ലേ സുഹൃത്തുക്കളെ? ഇല്ലേ? ഉണ്ട്. പശുവിന്റെ ഇറച്ചി തിന്നുന്നത് പാപമായിട്ട് കരുതുന്നവരില്ലേ? ഉണ്ട്. ഇനി ഞങ്ങളോട് പറയാം, സ്വാമി ചിദാനന്ദപുരി, ഞാൻ ഉദാഹരണം പറയാം. പശു ഇറച്ചി തിന്നൽ പാപമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് നിങ്ങൾ വിചാരിച്ചോളൂ. അങ്ങനെ നിങ്ങൾ സങ്കല്പിച്ചോളൂ. അദ്ദേഹത്തിന്റെ ശിഷ്യനിൽ ഒരാൾ രാമചന്ദ്രൻ, പേരിടുക, രാമചന്ദ്രൻ പശുയിറച്ചി തിന്നത് പാപമായി, വലിയ തെറ്റായും ഗോമാതാവിനെ നിന്ദിക്കുന്നതായും കണക്കാക്കും എന്നും നിങ്ങൾ വിചാരിച്ചോളൂ. അങ്ങനെയുള്ള രാമചന്ദ്രൻ ഒരു പശുവിനെ പോറ്റിയിട്ട് ആരും അറിയാതെ രാത്രിയിൽ ആ പശുവിന്റെ കയറും പിടിച്ചൊരു മുസ്ലിമിന്റെ വീട്ടിൽ പോയിട്ട് ആ പശുവിനെ മുസ്ലിമിന് കൊടുത്തിട്ട് സ്വകാര്യമായിട്ട് പറയാണ്, പശുയിറച്ചി തിന്നാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. നീ ആരോടും പറയുന്നത് ഈ പശുവിനെ നീ അറുത്തിട്ട് ഇതിൽ നിന്ന് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഭാഗം എനിക്ക് പൊരിച്ചു പാകപ്പെടുത്തി തിന്നാൻ തരണം. പക്ഷെ ഒരാളും അറിയരുത്. ഈ വിവരം ചിദാനന്ദപുരി അറിയുന്നു എന്ന് വിചാരിച്ചോളൂ. സ്വന്തം ശിഷ്യൻ പശുയിറച്ചി തിന്നാൻ പാടില്ല, അത് വൻ പാപമാണ് എന്ന് പഠിച്ച ശിഷ്യൻ പശുവിനെ വളർത്തിയെന്ന് മാത്രമല്ല അതൊരു മുസ്ലിമിന് അറക്കാനും കൊടുത്തു. അറുത്തിട്ടയിലെ ഇറച്ചി എനിക്ക് തരണമെന്ന് നിബന്ധനയും വെച്ചു. അതാരും അറിയരുതെന്ന് നിബന്ധന വെച്ചു. എങ്കിൽ ചിദാനന്ദപുരി അദ്ദേഹത്തിന്റെ അമ്പലത്തിൽ പ്രസംഗിക്കാൻ വിചാരിക്കുക, ആശ്രമത്തിൽ പ്രസംഗിക്കാൻ വിചാരിക്കുക. അദ്ദേഹത്തിന്റെ ശിഷ്യൻ സദസ്സിലിരിക്കുമ്പോൾ പറയാണ്, എന്റെ ഒരു ശിഷ്യൻ പശുയിറച്ചി തിന്നൽ പാപമായി കരുതുന്ന എന്റെ ഒരു ശിഷ്യൻ ഒരു ഗുരുതരമായ പാപം ചെയ്തിട്ടുണ്ട്. ഒരു പശുവിനെ പോറ്റുക മാത്രമല്ല ഒരു മുസ്ലിമിന്റെ കയ്യിൽ ആ പശുവിനെ അറക്കാനും കൊടുത്തു. അതിലെ ഇറച്ചി എനിക്ക് തിന്നാൻ തരണമെന്ന് പറഞ്ഞു. അത് പാപമാണ്, അപകടമാണ്, അത് നീ ചെയ്യരുത് എന്ന് സ്വാമിജി പ്രസംഗിച്ചാൽ അതിന് ഭീകരവാദം എന്ന് പേര് പറയും. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കാം, അതേ ഞാൻ പള്ളിയിൽ പ്രസംഗിച്ചുള്ളൂ. ഉദാഹരണം, നിലവിളക്കുളത്തിൽ മുസ്ലിങ്ങൾ ചെയ്യാറില്ല, എല്ലാവർക്കും അറിയാം. മുസ്ലിങ്ങൾ അത് ചെയ്തേ പറ്റുമെന്ന് തീരുമാനിക്കലാണ് തീവ്രവാദം. ഞാൻ ഉറച്ചു പറയുന്നത്, അത് ചെയ്യാത്ത മുസ്ലിമിനെ കുറിച്ച് ആർക്കെങ്കിലും മോശത്തരം തോന്നുന്നുണ്ടെങ്കിലേ മുസ്ലിമിനല്ല കുഴപ്പം, ഓനാ കുഴപ്പം. ഉദാഹരണം, ഞാനിപ്പോ ഒരു ദിവസം എന്റെ പള്ളിയിൽ ഞാനില്ലാത്ത ദിവസം ബാബുട്ടനോട് പറയാൻ, നിങ്ങൾ ദൂരാൻ കൊടുക്കണം കേട്ടോ, അല്ലേ ഞാൻ മന്നാങ്ങളെ ശരിയായി തരുന്നത്. ബാബുട്ടാ നിങ്ങൾ എന്റെ പള്ളിയിൽ കയറി ബാങ്ക് കൊടുക്കണോ? എന്താ കഥ? പള്ളി പൂട്ടിടുക അല്ലാതെ ബാബുട്ടനെ വിളിച്ച് ബാങ്ക് കൊടുപ്പിക്കുക? എന്റെ പൊന്നു ചങ്ങന്മാരെ, ദുനിയാവിൽ ആ പള്ളി പൂട്ടിടുക അല്ലാതെ ബാബുട്ടനെ കൊണ്ട് പള്ളി എടുത്ത് കൊണ്ടുപോകും. അത് ബാബുട്ടനോട് വെറുപ്പുള്ളോണ്ടാ? അല്ല, ബാബുട്ടൻ വിശ്വസിക്കുന്ന വിശ്വാസ ആചാരം വേറെയാണ്. ആ ബാബുട്ടനെ ഞാൻ വിഷമിപ്പിക്കരുത്. അപ്പൊ എന്റെ പ്രസംഗം തീവ്രവാദിയുടെ പ്രസംഗം എങ്ങനെയുണ്ട്?
ഒരു ഹിന്ദുവിനെയും മുസ്ലിംകൾ വേദനിപ്പിക്കരുത് എന്ന് പറയുന്ന എന്റെ പ്രസംഗം തീവ്രവാദം. ഒരു മുസ്ലിമിനെയും ഹൈന്ദവരും വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ തീവ്രവാദി, കുഴപ്പക്കാരൻ. എനിക്ക് മനസ്സിലാവും. നിങ്ങൾ എന്നെ പഠിപ്പിച്ചിരിക്കും. ഞാൻ ചമ്രം പഠിച്ചിരുന്നേരാ സ്വാമി വിവേകാനന്ദൻ ഇരുന്ന പോലെ. നിങ്ങളൊന്ന് പഠിപ്പിച്ചിരി, ഞാൻ പറഞ്ഞതിൽ തെറ്റ്.